ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സിബ്ലാസ് ഡയറി. ഞാനിന്ന് ഇവിടെ ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് സാഗോ സീഡ്സ് വെച്ചിട്ടുള്ളൊരു പായസമാണ്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ്. ഇതിൽ എക്സ്ട്രാ ആയിട്ട് ഞാനൊന്നും ചേർക്കുന്നൊന്നുമില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇടുന്നൊരു വീഡിയോ ആണ്. അപ്പം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു 1/2 ലിറ്റർ പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാല് ഒന്ന് ചെറുതായിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം പാല് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു 200 ഗ്രാമിൻ്റെ സാഗോ സീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നാട്ടിൽ ചൗവരി എന്നൊക്കെ പറയും. അപ്പം 200 ഗ്രാമിൻ്റെ സാഗോ സീഡ്സ് നമ്മൾ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാല് ഒട്ടും കട്ട പിടിക്കാത്ത രീതിയിൽ. അതേപോലെ സാഗോ സീഡ്സ് പ്രശ്നമില്ല, നമ്മളൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. പക്ഷേ നിർത്താതെ ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സാഗോ സീഡ്സും പാലും ഒക്കെ കുറച്ച് ടൈറ്റായിട്ട് ഇതുപോലെ ഒരു രൂപത്തിലാവും. അപ്പം നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം എത്രയാണെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു പായസം ലൂസാക്കിയിട്ട് എടുക്കുക. അങ്ങനെ ഞാനിവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ പാലും സാഗോ സീഡ്സും വെള്ളമാണ് നമ്മൾ ചേർത്തത്. ഇനി അതൊന്ന് ലൂസായി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. 2 പഴം 4ആയിട്ട് മുറിച്ചതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പഴം കൂടി ആഡ് ചെയ്ത ശേഷം വീണ്ടും നന്നായിട്ട് പായസം ഇളക്കി കൊടുക്കുക. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ടൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ പോയി. ഇപ്പം പായസം ലൂസായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. 1-2 ഏലക്ക ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ 1 കപ്പ് ഒരു കപ്പിൻ്റെ പകുതി പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ഏലക്കായും ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഞാനിത് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പായസം എന്ന് പറയാനാണെങ്കിൽ വലിയ പണിയൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ 2-3 കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ചെറിയൊരു റെസിപ്പിയാണ്. അപ്പം പായസം ഇതാ ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ വളരെ കുറച്ച് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ മധുരം കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഏതൊരു ഐറ്റം ആണെങ്കിലും. അപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ ശേഷം ഇതാ നമ്മുടെ പായസം ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പായസം റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വേറൊരു പാനിലാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഇതാ പായസം ഇവിടെ വീണ്ടും വീണ്ടും തിളച്ച് വരികയാണ്. അപ്പം അത് തിളച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേറൊരു പാനിൽ ഞാൻ പറഞ്ഞ പോലെ ഇതാ ഞാൻ കുറച്ച് നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് നെയ്യിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും റീസിൻസും ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ റോസ്റ്റ് ചെയ്ത സമയത്ത് ഫ്ലെയിം കുറച്ചൊന്ന് കൂടിപ്പോയതുകൊണ്ടാണോ അറിയില്ല, ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ അത് ബ്രൗൺ ആയിട്ടാണ് വന്നത്. കാഷ്യൂസും അതേപോലെ തന്നെ റീസിൻസും ഉണ്ട്. അപ്പം ഞാനിത് പായസത്തിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചൊന്ന് ശകലം ബ്രൗൺ ആയി പോയി എന്നുള്ളത്. പക്ഷെ ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ, ചിലർക്ക് കുറച്ചും കൂടി ബ്രൗൺ ആവുന്നതായിരിക്കും ഇഷ്ടം. പക്ഷെ ഞാനിവിടെ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ഇത് കുറച്ച് റോസ്റ്റായി പോയി. അപ്പം ഇത്രേ ഉള്ളൂ. നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് കാഷ്യൂസും റേസിൻസും ഇട്ട് സംഭവം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ പായസത്തിൻ്റെ മേലേക്ക് അത് കഴിഞ്ഞ് അതൊന്ന് ഒഴിച്ച് കൊടുക്കുക നെയ്യോട് കൂടി തന്നെ. അപ്പം ഇത്ര തന്നെ ഉള്ളൂ. എളുപ്പത്തിൽ നമുക്ക് ഈ പായസം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വീട്ടിലൊക്കെ പെട്ടെന്ന് ഗസ്റ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു പായസം ഏത് ഉണ്ടാക്കണം എന്ന് നിങ്ങൾ ഡൗട്ട് അടിച്ചിരിക്കുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ സാഗോ സീഡ്സ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമ.